നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രത്യേകത? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ പഠിച്ചത് എന്താ? എന്തിനെ ഫോക്കസ് ചെയ്താ? പ്രോഫിറ്റ്, ലോസ്, അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്, ഇനി നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇനി നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമ്മൾക്ക് ചുറ്റുമുണ്ട്, അല്ലെ? അവരെങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 178 ഈ ഒരു ചാപ്റ്റർ വരുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ വരും, എന്തൊക്കെയാണ് വരുന്നത്? എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെൽഫെയർ സൊസൈറ്റീസ്, ഇതൊക്കെയാണ് പ്രോഫിറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സം ഓർഗനൈസേഷൻ വിച്ച് ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് not to make profit but to provide services such as welfare societies, charitable institutions, hospitals. അപ്പൊ ഇതൊക്കെ ഈ ഹോസ്പിറ്റൽസ് പിന്നെ അതേപോലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ഒക്കെ നമ്മൾ എന്താണ്, പ്രോഫിറ്റിന് വേണ്ടി അല്ലല്ലേ പ്രവർത്തിക്കുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. Financial statements generally prepared by not-for-profit organizations are receipts and payment account, income and expenditure account, balance sheet. മൂന്ന് കാര്യങ്ങളാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും, ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ആണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ പ്രോഫിറ്റ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് രണ്ട് സൈഡ് വരുന്നുണ്ട്, റെസിപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും, അല്ലെ? അപ്പോ എങ്ങനെയാണ് ഇത്? കുറച്ചും കൂടി എളുപ്പമാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നതിൽ വെച്ച് കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിംഗ് ഇയർ giving a summary of all receipts and payment recorded in cash book. അതായത് ഒരു സമ്മറി നമുക്ക് തരികയാണ്, അല്ലെ? അതായത് നമുക്ക് ഒരു വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ള റെസിപ്റ്റ്സ് എന്തൊക്കെയാണ്. റെസിപ്റ്റ്സ് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന എമൗണ്ട്, പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് നടത്തിയ എമൗണ്ട്, അല്ലെ? ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണാൻ പറ്റും. ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മളുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതാണ് റെസിപ്റ്റ്സ് കോളം, ഇതാണ് എന്ത്? പേയ്മെന്റ് കോളം എന്ന് പറയുന്നത്. നമ്മൾ ക്യാഷ് ബുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരു ഫോർമാറ്റ് വരച്ചില്ലായിരുന്നോ? അതേ ഫോർമാറ്റ് ആണ് ഇവിടെയും വരുന്നത്. ഇനി നിങ്ങളുടെ പേജ് നമ്പർ 180 എല്ലാവരും എടുക്കുക. 180 അതിന്റെ അകത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2013 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ഹെഡിങ്ങിൽ നിങ്ങളുടെ ഡേറ്റ് മെൻഷൻ ചെയ്യണം. 31st December 2013 എന്നുള്ള ഡേറ്റ് മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? റെസിപ്റ്റ് നിങ്ങൾക്ക് ഐറ്റംസ് വായിച്ചിട്ട് റെസിപ്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സൈഡ് എഴുതുക. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ എഴുതാം. ഓക്കെ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത്? ഒരു റെസിപ്റ്റ് ആയിട്ട് തോന്നില്ലേ? ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു ക്യാഷ് ആയിട്ട് തോന്നില്ലേ? അപ്പൊ അത് ഏത് സൈഡിലാണ്? നമ്മുടെ റെസിപ്റ്റ് സൈഡില്. Then entrance fees, അല്ല പർച്ചേസ് ഓഫ് ബൈസിക്കിൾ, അല്ലെ?
പർച്ചേസ് ഓഫ് ബൈസിക്കിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, നമ്മൾ പേയ്മെന്റ് നടത്തി അല്ലെ. അതായത് നമുക്ക് ബൈസിക്കിൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പേയ്മെന്റ് നടത്തി, അപ്പൊ പേയ്മെന്റ് പോയി. അപ്പൊ എന്താണ് പേയ്മെന്റ് സൈഡില് പർച്ചേസ് ഓഫ് ബൈസിക്കിൾ എന്നുള്ളത് കൊടുക്കുക. ഞാൻ ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓർഡറിൽ എഴുതുന്നുണ്ട്. എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരു റെസിപ്റ്റ് ആണ് അല്ലെ, 12,000. ഡൊണേഷൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഡൊണേഷൻ വാങ്ങും. ഡൊണേഷൻ ഒരു റെസിപ്റ്റ് ആണ്, 18,000. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, അതായത് നമ്മൾ അവിടെ ഒരു ഓൾഡ് ഫർണിച്ചർ ഉണ്ടായിരുന്നു, നമ്മൾ അത് എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, റെസിപ്റ്റ് കിട്ടി, പേയ്മെന്റ് കിട്ടി, സോറി ക്യാഷ് കിട്ടി. അപ്പൊ 1,540. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഷോർട്ട് ആക്കുകയാണ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ലോക്കേഴ്സ് റെന്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ഇങ്ങോട്ട് കിട്ടല്ലേ ചെയ്യാ. സബ്സ്ക്രിപ്ഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഇത്രയും ഐറ്റംസ് നമ്മളുടെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ എഴുതാം. ഓക്കെ, ഇനി പേയ്മെന്റ്, നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ പേയ്മെന്റ് നിങ്ങൾക്ക് ചെലവായിട്ട് പോയി. അതായത് അവിടെയുള്ള ആൾക്കാർക്ക് സാലറി കൊടുത്തു അല്ലെ, സാലറി പെയ്ഡ്. അപ്പൊ എന്താ വരിക, സാലറീസ് ഈ സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. എമൗണ്ട് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് എടുത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ നമുക്കുള്ളൂ. സ്റ്റേഷനറി 500. ഇൻഷുറൻസ് പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ പേ ചെയ്താട്ടോ, 800. പർച്ചേസ് ഓഫ് ബുക്ക്, പർച്ചേസ് ഓഫ് ബുക്ക് 10,000. റെന്റ് പെയ്ഡ് 12,000. പർച്ചേസ് ഓഫ് ഗവൺമെന്റ് ബോണ്ട്. പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അതൊക്കെ നമ്മളുടെ പേയ്മെന്റ് സൈഡിലാണ് വരിക. സെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ നമ്മളുടെ റെസിപ്റ്റ് സൈഡിലാണ് വരിക. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തുണ്ടാവും, ബാലൻസ്, ക്ലോസിംഗ് ബാലൻസും കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്ലോസിംഗ് ബാലൻസ് നോക്ക് എത്രയാ, ക്യാഷ് ഇൻ ഹാൻഡ് 20,000. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് ആണത്, ക്യാഷ് ഇൻ ഹാൻഡ് 15,010 അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാ, അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. അപ്പൊ എത്രയാ വരുന്നത്, 92,810. ഇതിന് നിങ്ങൾക്കുള്ള പണി എന്താണ്, ആകെ ഇത് റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അത്രയും കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളൂ. കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, വേറൊന്നും ചിന്തിക്കാനില്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഐറ്റം വായിക്കുക. ഇത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നതാണോ അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചെയ്താൽ ഏതൊരാൾക്കും, അക്കൗണ്ടൻസി ഒന്നും പഠിക്കണമെന്നില്ല, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ യൂണിറ്റ് 3 അല്ല, യൂണിറ്റ് അല്ല, മൊഡ്യൂൾ 3 ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം ഒരാള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയിട്ടാണല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി പാർട്ട്നേഴ്സ്, ഒന്നിലധികം ആൾക്കാർ വന്ന് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട്സ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.